നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോറ്റിയെ കൊണ്ട് ഇപ്പോൾ SIT ബാംഗ്ലൂരിലെത്തിയപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം വളരെ എപ്പോഴും ഒരു ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ട് വളരെ ഒരു ശാന്ത സ്വഭാവക്കാരനെ പോലെ തോന്നുമെങ്കിലും അവിടെ ചെന്നപ്പോഴാണ് പോറ്റിയുടെ ഒരു, നമ്മൾ സിനിമയിലൊക്കെ പറയണ്ടല്ലോ, നീ എൻ്റെ അധോലോകം എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ എന്ന്. SIT കണ്ടതൊരു പോറ്റിക്കുള്ള അവിടുത്തെ ഒരു അധോലോകം തന്നെയാണ്. അവിടെ പലയിടങ്ങളിലും ഈ പറയുന്ന ജ്വല്ലറിയിലടക്കം ഇന്നലെ SIT എത്തിയിട്ടുണ്ട്. അതുപോലെ പോറ്റിയുടെ അവിടുത്തെ ഫ്ലാറ്റിലും എത്തി. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോൾ പോറ്റി എന്നുള്ള ഒരു പേര് മാത്രമാണ് ഇപ്പോൾ വാർത്തകളിലടക്കം തന്നെ ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. പിന്നെ മുരാരി ബാബുവിൻ്റെ പേര് ഇടയ്ക്കും തലയ്ക്കും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സംശയം, ഇപ്പം എല്ലാം കൊണ്ട് പോറ്റിയുടെ തലയിൽ കൊണ്ടിടുകയാണോ? നമുക്ക് ശിവശങ്കർ അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. പല വമ്പന്മാരുടെ പേരുകളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇതുവരെയും വരാതെ തന്നെ അദ്ദേഹം എല്ലാം ഏറ്റെടുത്തതുപോലെ പോറ്റിയെ കൊണ്ട്, അല്ലെങ്കിൽ പോറ്റിയിൽ ശബരിമല കൊള്ള കേസ് അന്വേഷണം അവസാനിപ്പിക്കാനുള്ളൊരു നീക്കം കൂടിയാണോ നടക്കുന്നത് എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം, പോറ്റിന്നേ ഉള്ളൂ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേരൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം പറഞ്ഞാൽ SIT അവിടെ ചെന്നപ്പോൾ, ബംഗളൂരും ചെന്നൈയിലും ഒക്കെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഇവിടെ വന്ന് ചെറിയ ചോദിക്കുന്ന പോറ്റി അല്ല. ഇവിടെ ഇപ്പോൾ കാരേറ്റിൽ അവർ അന്വേഷണം നടത്തിയപ്പോൾ കുറച്ച് ഭൂമി ഇടപാടുകൾ മാത്രമേ കണ്ടെത്തിയുള്ളൂ, കുറച്ച് സ്വർണവും കണ്ടെത്തി. പക്ഷെ ഇതല്ല ബംഗളൂരും ചെന്നൈയിലും ഉള്ളത്. അവിടെ ഒരു അധോലോകം, കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ ഒരു അധോലോകം തന്നെ തീർത്ത പോറ്റിയുടെ സാമ്രാജ്യം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ ഞെട്ടിക്കുന്ന ഇതാണ്. ഈ ചെറിയ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇത്രയേറെ വളർന്ന് പന്തലിക്കാൻ ഇത് സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലാണ് പോറ്റി ഇപ്പോൾ പോയിരിക്കുന്നത്. ബംഗളൂരിലും ചെന്നൈയിലും ഒക്കെ നിരവധി ഭൂമി ഇടപാടുകൾ മാത്രമല്ല, പണമിടപാടുകൾ, ഈ പറയുന്ന ബിനാമി ഇടപാടുകൾ, ഈ പലിശ ഇടപാടുകൾ, അങ്ങനെ വേണ്ട എല്ലാം കൊണ്ടും ഒരു കോടീശ്വരൻ തന്നെയാണ്. നിരവധി ഭൂമികൾ ഇദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും സുഹൃത്തായ രമേശ് റാവുവിൻ്റെ ഒക്കെ പേരിൽ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. വീടുകൾ, ഫ്ലാറ്റുകൾ ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പോറ്റിയെപ്പറ്റി പിന്നീട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ചെന്നപ്പോഴാണ് ഈ ശ്രീരാംപുരയിലാണ് 20 വർഷത്തോളം താമസിച്ചത്. സ്വന്തം നാടെന്നുള്ള രീതിയിൽ അങ്ങനെ താമസിക്കുകയായിരുന്നു. ആദ്യ ഭാര്യ ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടാമത്തെ ഭാര്യയാണ്. ആദ്യ ഭാര്യയുടെ ഒരു മരണവും ഇപ്പോൾ SIT അന്വേഷണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അസ്വാഭാവിക മരണം എന്ന് പറയുമ്പോൾ എന്ത് അസ്വാഭാവികതയാണോ ഉള്ളത് എന്നുള്ള അറിയില്ല. വളരെ ഒരു ദുരൂഹ മരണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ SIT അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഈ ശ്രീരാംപുരയിൽ 2004 ഈ ഭാര്യയുടെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹം താമസിച്ച കോത്താരി മാൻഷൽ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസം അങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ ഈ ശ്രീരാംപുര ക്ഷേത്രത്തിൽ നിന്ന് മാറാൻ തന്നെ കാരണം അവിടുത്തെ വിശ്വാസികളും നാട്ടുകാരും ഒക്കെ ചേർത്ത് മാറ്റിയതാണ്. കാരണം ഈ ഭാര്യയുടെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാവർക്കും സംശയമുണ്ടായിരുന്ന കേസും കാര്യങ്ങളും ഒക്കെ പോയിരുന്നു. പക്ഷെ അത് കെട്ടടങ്ങി. കാരണം പണം ഉള്ളത് കൊണ്ടായിരിക്കാം കെട്ടടങ്ങി. പക്ഷെ ആ മരണത്തിൽ ഇപ്പോഴും നാട്ടുകാർക്കൊക്കെ സംശയമുണ്ട്. കാരണം എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു യുവതി എങ്ങനെയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം. ബിനാമി ഇടപാടുകൾ മാത്രമല്ല, വൻകിട വ്യവസായികളുമായിട്ടും സിനിമാ മേഖലയിലുള്ള വ്യക്തികളുമായിട്ടൊക്കെ വമ്പന്മാരുമായിട്ടാണ് ഈ പോറ്റിക്ക് കണക്ഷൻസ്. പിന്നീട് ഇയാൾ 2004 കഴിഞ്ഞിട്ട് പിന്നീട് 2007 ഈ പറയുന്ന ബംഗളൂരിലെ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്ന രണ്ടാമത് അയ്യപ്പ ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ ജലഹള്ളി എന്ന് പറയും, അവിടേക്ക് വരികയാണ്. അപ്പോൾ ഈ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ കണ്ഠരര് രാജീവരാണ് വാങ്ങിക്കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന അവിടെ നിന്ന് അല്ല, കണ്ഠരര് രാജീവർ അവിടെ നിന്ന് പോറ്റിയെ പരിചയപ്പെടുന്നു. പിന്നീട് ശബരിമലയിലേക്ക് പോറ്റിയെ നിർദ്ദേശിച്ചത് ഈ രാജീവരാന്ന് പറയുന്നുണ്ട്. അപ്പം രാജീവരുമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ പത്മകുമാർ ഇടയ്ക്ക് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇനി ഗോഡ് ഫാദർ ഇനി രാജീവരാണോ എന്തോള്ളു. പക്ഷെ രാജീവരുടെ കൈവിട്ട് പടർന്ന് പന്തലിച്ച ഒരു വമ്പൻ വൃക്ഷം, വടുവൃക്ഷമായി മാറി പോറ്റി എന്നുള്ളതാണ് SIT അന്വേഷണം. ഒരുപക്ഷെ കണ്ഠരര് ചെറിയ മോഷണത്തിനായിരിക്കാം അങ്ങോട്ട് വിട്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യസാധ്യത്തിനായിരിക്കാം വിട്ടത്. പക്ഷേ കണ്ഠരരെയും വെട്ടിച്ചുകൊണ്ട് ഒരു പടുവൃക്ഷമായിട്ട് മാറി, ഒരു വടവൃക്ഷമായിട്ട് മാറി പോറ്റി എന്നുള്ളത് ഒരുപക്ഷെ കണ്ഠരര് പോലും ഞെട്ടിക്കുന്ന തരത്തിലായിപ്പോയി എന്നുള്ളതാണ്. ഏതായാലും 2007 ശബരിമലയിലേക്ക് എത്തിയത്. ഈ അവിടെ നിന്നാണ് ഈ പറയുന്ന ഈ കൊള്ള ഇടപാടൊക്കെ ശബരിമലയിൽ തുടങ്ങിയത്. അപ്പോൾ അതിന് മുന്നേ ഈ പറയുന്നോണം പല ഇടപാടുകളും നടത്തിയിട്ടുണ്ട്. പല കള്ളത്തരങ്ങളും വെട്ടിപ്പും കാര്യങ്ങളും ഒക്കെ നടത്തുകയും ഭാര്യ മരിക്കുകയൊക്കെ ചെയ്ത പല കാര്യങ്ങളും, ദുരൂഹതയേറിയ പല സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ പോറ്റിയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല
ഈ ജലഹള്ളിയിലെ പഴയ പോറ്റി കണ്ഠരരായിരുന്നു. അപ്പോൾ കണ്ഠരർ തന്നെയാണ് ഗോവർദ്ധൻ്റെ ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിന് വരെ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളും സൂചനകളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഗോവർദ്ധനുമായിട്ട് ഈ കണ്ഠര രാജീവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ് വരുന്നത്. മാത്രമല്ല ഈ അന്വേഷണ സംഘം ഇപ്പോൾ പോറ്റിയിലേക്ക് മാത്രം തിരിയുമ്പോൾ ഇപ്പോൾ പോറ്റിയുടെ ഭാര്യയുടെ മരണം അല്ലെങ്കിൽ പോറ്റിയുടെ ഈ സ്വർണ്ണ വ്യാപാരം ഇത് ഇപ്പം ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്നൊക്കെ സ്വർണം കണ്ടെത്തി. 2019 സ്വർണം ഇത് മാത്രം ഇത്രയും ഗ്രാം കൃത്യമായിട്ട് എങ്ങനെ വന്നു എന്നുള്ളതിലൊക്കെ നമ്മൾ സംശയിക്കണം. അപ്പോൾ ഇവരിലേക്ക് മാത്രം അങ്ങ് ഒതുക്കി കൂട്ടാൻ പെടുന്ന ഒരു തത്രപ്പാടാണോ, വമ്പൻ വടുവൃക്ഷങ്ങളൊക്കെ ഈ പറയുന്ന രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പോറ്റിയുടെ തത്രപ്പാടാണോ എന്നുള്ളതും അറിയില്ല. അപ്പം ഈ നേരത്തെ പറഞ്ഞ ശിവശങ്കരൊക്കെ അവസാനം എല്ലാം ഞാനാണേ ചെയ്തേ എന്നുള്ള രീതിയിൽ ആ പാവം പിടിച്ച ഒന്നിനും വയ്യാത്ത അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് നടക്കാൻ പോലും വയ്യാത്ത ആൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾക്ക് അറിയാലോ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്. അതുപോലെ തന്നെ ഈ പോറ്റിയുടെ കാര്യം ശബരിമല അങ്ങ് മുരാരി ബാബുവിലേക്കും പോറ്റിയിലേക്കും വാസുവിലേക്കൊക്കെ മാത്രം ഒതുങ്ങിക്കൂടി മറ്റുള്ളവരെയൊക്കെ സാക്ഷികളും ഒക്കെ ആക്കിക്കൊണ്ട് ഈ കേസ് അങ്ങ് മറയുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ ജനങ്ങൾക്കുണ്ട്. ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ SITയുടെ അന്വേഷണം നിലവിലൊക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷെ പോറ്റിയെ മാത്രം അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ശബരിമല വിഷയം അതിലങ്ങ് ഒതുക്കി സ്വർണ്ണങ്ങളെല്ലാം കണ്ടെത്തുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പം. ഇനിയിപ്പോൾ ശബരിമലയിലേക്ക് പോറ്റിയെ കൊണ്ടുപോകാനിരിക്കുകയാണ്. ശബരിമലയിലേക്ക് കൊണ്ടുപോകുമ്പോഴേ അറിയത്തുള്ളൂ. ഏതായാലും ഇപ്പം നിലവിലുള്ള വാതിലും ദ്വാരപാലക ശില്പം എല്ലാം പുതിയതാണ്. അപ്പോൾ പഴയ വിജയമല്യയുടെ യഥാർത്ഥ ശില്പങ്ങൾ എവിടെ, ഉരുക്കിയെടുത്തിട്ടും ബാക്കി ഉണ്ടായിരുന്ന ശില്പങ്ങൾ എവിടെ എന്നൊരു ചോദ്യമുണ്ട്. അതിനി മറ്റാർക്കെങ്കിലും മറിച്ചു വിട്ടോ എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെത്തണം. ഒരുപക്ഷെ കണ്ടെത്തിയാൽ തന്നെ പോറ്റിയിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങി കേസ് അടയ്ക്കാൻ പറ്റില്ല. കാരണം 2019 ഈ 3 പേരോ അല്ലെങ്കിൽ നിലവിലുള്ള ഉദ്യോഗസ്ഥരോ ഒക്കെ ചേർന്നുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യമല്ല ഇത്. കാരണം ശബരിമല 2019 ആയതുകൊണ്ടാണ്. 2019 എല്ലാവരുടെയും ശ്രദ്ധ, നമ്മൾ നേരത്തെയുള്ള ചർച്ചകളിൽ പറഞ്ഞതുപോലെ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ ശ്രദ്ധ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ 3 പേർക്ക് മാത്രമായിട്ട് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത്. മാത്രമല്ല അതിനുശേഷം വരുന്ന ദേവസ്വം പ്രസിഡന്റുമാർക്കൊക്കെ ഇത് അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ, ഇപ്പം നിലവിലുള്ള പ്രശാന്തിന് പോലും അത് അറിയില്ല എന്ന് പറയുമ്പോഴൊക്കെ കള്ളത്തരങ്ങളുടെ ഒരു പടുകൂമ്പാരമാണ് ഇവരൊക്കെ കെട്ടിച്ചമയ്ക്കുന്നത്. അതിൽ SIT പെടുമോ അല്ലെങ്കിൽ SIT പെടുത്തുമോ എന്നൊക്കെ ഉള്ളതാണ്. ഏതായാലും CBI അന്വേഷണം കൂടി ഒരു പക്ഷേ ഇതിനാവശ്യമായി വരുന്നു എന്നുള്ള ഒരു പോക്കാണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘം പോകുന്നത്. ഇനി നമുക്കറിയില്ല, ഇനിയിപ്പോൾ പോറ്റിയുടെ ഒരു അന്വേഷണം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ശബരിമലയിലേക്ക് വരുമ്പോൾ മറ്റാരെങ്കിലും വരുമോ. കാരണം ഇനി പോറ്റി ഏതൊക്കെ ആർക്കൊക്കെ ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്നുള്ള ഇത് വേണം. കാരണം ഇപ്പോൾ പോറ്റിയുടെ കയ്യിലുള്ള തെളിവുകൾ എന്ന് പറയുന്നത് നിരവധി കോടികളുടെ ബിനാമി ഇടപാട്. ഇതിനകത്ത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുത്തു എന്നുള്ള കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. പിന്നെ ആർക്കൊക്കെ അയച്ചു കൊടുത്തതാണ്, നേരിട്ട് ക്യാഷ് കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റൂ. ഇതൊന്നും അറിയാൻ പറ്റത്തില്ല SITക്ക്. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ പോറ്റിയിലേക്കും ഇതിലുള്ള ആൾക്കാരിലേക്കും മാത്രം തിരിയും. കാരണം ഇങ്ങനെയുള്ള കള്ളത്തരം നടത്തുമ്പോൾ ഒരു എവിഡൻസും വെക്കാതിരിക്കാൻ മുകളിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നേരിട്ടുള്ള ക്യാഷ് ഇടപാടുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു കാലത്തും അറിയില്ല. മാത്രമല്ല പോറ്റിയുടെ ഈ കള്ളപ്പണ ഇടപാടുകളും കള്ള ബിസിനസ്സും ഒക്കെ ആയതുകൊണ്ട് ഏതൊക്കെ ഇടപാടുകൾ എങ്ങനെ നടത്തിയെന്നുള്ളത് ഒരു പക്ഷേ SITക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി വല എന്തെങ്കിലും വലിയ ചില തുമ്പങ്ങളെ കിട്ടുന്ന വഴി പിടിച്ചു കയറാൻ അങ്ങനെ പറ്റും. അപ്പോൾ അത്തരത്തിൽ SITയുടെ അന്വേഷണം പോറ്റിയിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങി ചുരുങ്ങി പോകുന്നു. മുരാരി ബാബുവിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നു. മുരാരി ബാബു പിന്നെ പറയണ്ടല്ലോ, തേക്കിൻ്റെ വലിയ സൗദമൊക്കെ തീർത്ത ആളാണ്. പക്ഷേ ഇപ്പം ആൾ ആകെ പെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത്, വല്ലാണ്ട് പെട്ടുപോയ ഒരവസ്ഥയാണ്. ഇനിയിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കവർച്ചയടക്കം മുരാരി ബാബുവിലേക്ക് ചെന്ന് പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവരിലേക്ക് മാത്രം അങ്ങ് പെട്ടുപോയാൽ ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ അതിലേക്കാണെന്ന് തോന്നുന്നു. പക്ഷേ ഇനി അത് കുറച്ചുകൂടി കണ്ടെത്തണമെങ്കിൽ CBI അന്വേഷണമൊക്കെ വേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ പോറ്റിയുടെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തുന്നു, പോറ്റിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. പോറ്റിയുടെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തുന്നു, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. മുരാരി ബാബുവിൻ്റെ കണ്ടെത്തുന്നു, വാസുവിലേക്ക് അധികം വരുന്നില്ല. ഈ പറയുന്ന പോറ്റിയെ സഹായിച്ച ഒരു വലങ്കൈയുണ്ട്, ഒരു മലയാളി വ്യവസായി ബംഗളൂരിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അയാളിലേക്ക് അന്വേഷണം എത്തുന്നില്ല. അയാളിലേക്ക് അന്വേഷണം എത്താത്തത് എന്ത് എന്നൊരു ചോദ്യം വരുന്നു. അയാളിലേക്ക് പരാതികൾ പോകുന്നില്ല.
അപ്പം ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു നിഗൂഢമായ രീതിയിലേക്കാണ് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എത്തിയിരിക്കുന്നത്. ഏതായാലും സ്വർണം കണ്ടെത്തിയിട്ടും കാര്യമില്ലല്ലോ. ഇനി എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല, ക്രമക്കേടുകൾ നടത്തിയത് എവിടെ നിന്നുള്ള അറിയില്ല, അതൊന്നും കണ്ടെത്തിയിട്ട് കാര്യമില്ല. ഇതിലെ മറ്റുള്ളവരാരൊക്കെ, അതാണ് നമുക്ക് അത്യാവശ്യം. രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിൽ SIT കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും പോറ്റി ഒരു ചെറിയ മീനൊന്നുമല്ല. ഈ പറയുന്ന ആദ്യ ഭാര്യയുടെ മരണം ഉൾപ്പെടെ ഇനിയിപ്പോൾ ഏത് തരത്തിലാണ് എന്നുള്ളൊരു സാധാ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ സാധു, കൃഷ്ണേന്ദു ആദ്യം പറഞ്ഞ സാധു ആൾക്കാർ എന്നുള്ള രീതിയിൽ നമ്മൾ വരുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സ്, വെറും തൈര് മാത്രം കഴിക്കുന്ന ഇവരുടെയൊക്കെ മനസ്സ് ഏത് രീതിയിൽ വികലമായിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ദുരൂഹ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള വലിയ ഒരു ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ഭാര്യയിലേക്കൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടത് എന്താണെന്നുള്ളത്. പണമിടപാടുകളൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ ആദ്യ ഭാര്യ അതിന് അനുകൂലമായി നിന്ന് അതിലെന്തെങ്കിലും പാളിപ്പോയതാണോ, അനുകൂലമല്ലാത്തതിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം അതൊക്കെ ഇനി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്.